പത്മശ്രീ പുസ്തകശാല കാഞ്ഞങ്ങാട് പ്രസിദ്ധീകരിച്ച വിമല കിഴക്കേടത്തിന്റെ കവിതാ സമാഹാരം സമയസന്ധ്യ പുസ്തക പ്രകാശനം നടന്നു. പൂടംകല്ല് താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. പത്മശ്രീ പുസ്തകശാല കാഞ്ഞങ്ങാട് പ്രസിദ്ധീകരിച്ച വിമല കിഴക്കേടത്തിന്റെ കവിതാ സമാഹാരം സമയസന്ധ്യ പുസ്തക പ്രകാശനം നടന്നു. പൂടംകല്ല് താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. പത്മശ്രീ പുസ്തകശാല ചെയർമാനും കവിയുമായ നാലപ്പാടം പത്മനാഭൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. നമ്മളൊക്കെ കാക്കേ കാക്കേ കൂടവിടെ എന്ന് പാടുന്ന സമയത്ത് കവി പാടുന്നു, വാക്കേ വാക്കേ കൂടവിടെ വളരുന്ന നാവിൻ്റെ കൊമ്പത്ത്. വാക്കുകൾ കൂടുകെട്ടുന്ന വളരുന്ന നാവിൻ്റെ കൊമ്പത്താണ്. ഒളിങ്ങും തൂവലും തുഞ്ചത്ത്, എഴുത്തുകാരൻ്റെ തൂലികയുടെ തുഞ്ചത്താണ് വാക്കുകൾ കൂടുകെട്ടുന്നത്. വാക്കുകൾ ചേക്കേറുന്ന ഇടമാണ് പുസ്തകങ്ങൾ. വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പക്ഷികളെ പോലെ ഹൃദയത്തിലേക്ക് പറന്നു പോകുന്നു. അങ്ങനെ ഒരു പുസ്തകം വിമല കിഴക്കേട് എഴുതിയ കവിതകളുടെ ഒരു പുസ്തകം ഇവിടെ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത് വലിയൊരു കാര്യമാണ്, മഹത്തായൊരു കാര്യമാണ്. ഒരു കവിത എഴുതുക, ഒരു കവിത പ്രസിദ്ധീകരിച്ച് വരിക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. നമുക്ക് അറിയാം, RK നാരായണൻ, നമ്മുടെ പ്രസിഡന്റ് KR നാരായണൻ സാർ ഇന്ത്യൻ പ്രസിഡന്റായ സമയത്ത് പത്രക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന പരമോന്നതമായ ഒരു പദവിയാണ്, ഒരു ഇന്ത്യൻ പൗരന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആവുക. അപ്പോൾ പത്രക്കാർ അദ്ദേഹത്തോട് പോയി ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആയതിനേക്കാൾ 100 ഇരട്ടി സന്തോഷം 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കവിത ഒരാഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്ന സമയത്തുണ്ടായ സന്തോഷമാണെന്ന് പറഞ്ഞു. ഡോക്ടർ ഷിൻസി VK അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുഗു C പുസ്തകം ഏറ്റുവാങ്ങി. അനി തോമസ്, ലീല V, മൃദുല അരവിന്ദ്, വിമല ഗംഗാധരൻ, സ്വാതി, മുരളി, ഷാജി എന്നിവർ സംസാരിച്ചു. ബിജിമോൾ മാത്യു സ്വാഗതം പറഞ്ഞു. വിമല കിഴക്കേടം മറുമൊഴി ഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.